ഇന്ന് നമ്മുടെ കുട്ടികളുടെ അരങ്ങേറ്റമാണ് കേട്ടോ. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റം ഉണ്ടായിരുന്നത്. ഏപ്രിലായിരുന്നു. 24 കുട്ടികളുടെ അരങ്ങേറ്റമായിരുന്നു കേട്ടോ. രാത്രിയായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന ടൈം എന്ന് പറയുന്നത് 9 മണി തുടങ്ങിയുള്ള ടൈമായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. എന്നാലും നമ്മൾ കാലത്ത് തുടങ്ങി മേക്കപ്പ് തുടങ്ങിയിരുന്നു. കാരണം 24 കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് മേക്കപ്പിന് വന്നത് ആകെ 4 പേരായിരുന്നു. അപ്പോൾ 24 കുട്ടികളെയും മേക്കപ്പ് ചെയ്ത് കഴിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലത്ത് തന്നെ വരേണ്ടായിട്ടോ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണ് നമ്മൾ മേക്കപ്പിനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് കേട്ടോ. വീടിൻ്റെ മോൾവശം ഉണ്ടായിരുന്നു, അവിടെയാണ് തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ നല്ല ചൂട് കൂടുതലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും ഏപ്രിൽ മാസം എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടാണെങ്കിലും അമ്മമാർ കുറേ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ചൂട് കാരണം കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയവർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫാൻ ഭയങ്കര കുറവായിരുന്നു. കുറച്ച് 2 ഫാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫാനിൻ്റെ കാറ്റ് കിട്ടാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ മേക്കപ്പ് മാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര് ഉദയൻ മാഷ് എന്നാണ്. ഉദയൻ മാഷ് നമ്മുടെ ഒപ്പം കൂടിയിട്ട് 6 വർഷത്തോളമായിട്ട്. അപ്പോൾ നമ്മൾ 6 വർഷത്തോളമുള്ള പരിചിതമുണ്ട് നമ്മുടെ ഉദയൻ മാഷായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ റേറ്റൊക്കെ കുറച്ചൊക്കെ നമുക്ക് തരാറുണ്ട്. കുട്ടികൾ ഇത്രയും ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ അതേപോലെ സഹകരിക്കാൻ ആ ഒരു മാഷാട്ടോ. അതേപോലെ നല്ല ചൂടായിരുന്നേ. നമുക്ക് അമ്മമാരുടെ ഒരു 4 ബാച്ചും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ബാച്ചും ഉണ്ടായിരുന്നു. സീനിയേഴ്സിൻ്റെ ഒരു ബാച്ചും അങ്ങനെയായിരുന്നു കേട്ടോ അരങ്ങേറ്റം. ആകെ നമുക്കുണ്ടായിരുന്നത് ആകെ 1 മണിക്കൂറാണേ. അതേപോലെ തന്നെ ഇവർക്ക് മേക്കപ്പ് ചെയ്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല മേക്കപ്പാണ് ഉദയ മാഷ് പ്രൊവൈഡ് ചെയ്തത്. നല്ല ഭംഗിയായിരുന്നു. ഇവർ അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ കുട്ടികൾ കുറേ നേരം കഴിഞ്ഞ് ബോറടിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കളിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടാണ്. കുറേ പേർക്ക് മേക്കപ്പ് ചെയ്യണതിൻ്റെ ഒരു ഭയങ്കര സന്തോഷവും അതേപോലെ തന്നെ കുറേ പേരുടെ ആഗ്രഹങ്ങൾ ചെറുപ്പത്തിൽ നടക്കാതെ പോയ കുറേ ഡാൻസ് എന്നുള്ള മോഹങ്ങളൊക്കെ പൂവണിയുന്നത് ഈ സമയത്താണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏജ്ഡായ സമയങ്ങളിലാണ് അത്. അതേപോലെ തന്നെ മുടിയൊക്കെ കെട്ടി എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. മേക്കപ്പ്, ഡാൻസ്, ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇതെന്താ എന്നുള്ള ചോദ്യം, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അതേപോലെ തന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ടീച്ചറുടെയും കഷ്ടപ്പാടുകളാട്ടോ ഓരോ കുട്ടികളുടെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏജ്ഡ് ആയ ആൾക്കാരെ ആയാലും കുട്ടികളെ ആയാലും നമുക്ക് ഒരു പന്തലിൽ എത്തിക്കണമെങ്കിൽ അത് നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. കാരണം അരങ്ങേറ്റത്തിൻ്റെ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കസ്ട്രേനെ എത്തിക്കണം, സ്റ്റേജ് ബുക്ക് ചെയ്യണം, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം, അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, ഡ്രസ്സ്, കോസ്റ്റ്യൂംസ്, ഓർണമെൻറ്റ്സുകൾ, അതൊക്കെ എത്തിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോഴാട്ടോ ഒരു അരങ്ങേറ്റാവുന്നത്. അത് നമുക്ക് കുട്ടികൾക്കോ കുട്ടികളുടെ പാരൻസിനോ അതിൻ്റെ ഒരു വിലയുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അവർക്കത് തിരിച്ചറിയില്ല ടീച്ചർമാരുടെ കഷ്ടപ്പാട് എന്താ എന്നോ ഉള്ളത്. കാരണം കുറേ ഞാൻ ഡാൻസ് ക്ലാസ്സുകളിൽ കണ്ടേക്കണ കാര്യമാണ്, മാറി നിന്ന് അമ്മമാർ കുറ്റം പറയുന്നത് ടീച്ചറിൻ്റെ. പക്ഷേ ഒരു ടീച്ചർ കുറേ കഷ്ടപ്പാട് പെട്ടിട്ടാണ് ഒരു കുട്ടികളെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കുന്നതുള്ള കാര്യം ആരും ഓർക്കാറില്ല. കാരണം കുട്ടികൾക്കായാലും വന്നിരിക്കുക, മേക്കപ്പ് ചെയ്യുക, പിന്നെ സ്റ്റേജിലേക്ക് കയറുക, കളിക്കുക, അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു കുട്ടീനെ നമ്മൾ സ്റ്റേജിലേക്ക് ആക്കുന്നത് എന്നുള്ളൊരു പരിഗണന പോലും ചില അമ്മമാർ നമുക്ക് തരാറില്ല കേട്ടോ. ശരിക്കും അവർ വിചാരിക്കുമ്പോൾ എന്താ ഒന്നുമില്ലാതെ പഠിപ്പിക്കണു, അരങ്ങേറ്റം ചെയ്യുന്നു. എന്നാൽ ഇത്രയ്ക്കും എത്തിക്കണത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ഓരോ പാരൻസും ചിന്തിച്ചാൽ ഓരോ ഡാൻസ് ക്ലാസ്സും വിജയകരമായി പോകും. കാരണം കുറേ വെവ്വേറെ മൈൻഡുകളുള്ള പാരൻസുകളുണ്ട് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. കാരണം ഓരോരുത്തരും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് ഒരു ടീച്ചർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ കുറേയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിടാം. അങ്ങനെ പോയാലാണ് ഒരു കുട്ടീനെ നമുക്ക് അരങ്ങേറ്റം ചെയ്യാനൊക്കെ സാധിക്കുക. ഒരു കുട്ടി ഫുൾ കോസ്റ്റ്യൂമിൽ സ്റ്റേജിൽ നിന്ന് ഓർക്കസ്ട്രയുടെ ഒപ്പം കളിക്കുമ്പോൾ ഒരു ടീച്ചറുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾ കുറേ നാളായിട്ട് അവരെ അടവുകളും
അതേപോലെ തന്നെ ഡാൻസൊക്കെ പഠിപ്പിച്ച് പൂർണ്ണമായി സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ അവർ നിന്ന് പ്രോഗ്രാം ചെയ്യണ കാണുമ്പോൾ തന്നെ ഓരോ ടീച്ചറുടെയും മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മളായിട്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ഒരു ഭയങ്കര സന്തോഷമായിട്ടാണ് നമുക്ക് തോന്നുക. അതേപോലെ കുറേ പേർക്ക് ബോറൊക്കെ അടിച്ച് തുടങ്ങിയിട്ടാണ്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. കുറേ അമ്മമാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ബട്ട് കുറേ അമ്മമാർ എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ, ഒരു നാണയത്തിൽ തന്നെ രണ്ട് വശങ്ങളുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ ഡാൻസ് ക്ലാസ്സിലും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന പേരൻസും ഉണ്ടാവും, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്ത പേരൻസും ഉണ്ടാവും. എന്നാലും നമ്മൾ ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഒരു ഡാൻസ് ക്ലാസ്സായി മാറുന്നത്. കുറേ ചൂടുണ്ട് കേട്ടോ, എല്ലാവർക്കും ചൂടടിച്ചു. ഫാനിൻ്റെ കാറ്റൊക്കെ ഭയങ്കര കുറവായിരുന്നു. എല്ലാ കുട്ടികളും സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ പേരിങ്ങനെ വർത്തമാനത്തിലും അതേപോലെ തന്നെ ഡാൻസൊക്കെ കളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ടെൻഷനൊക്കെ ഉണ്ട്, കുറച്ചേച്ച് ടെൻഷനുണ്ട്. എന്നാലും എല്ലാവരും കളിച്ചൊക്കെ നോക്കാം കേട്ടോ. സ്റ്റേജിൽ കയറാൻ വേണ്ടിയുള്ള ഇതാണ്. നമുക്ക് ഇപ്പോൾ ഉച്ചവരെ ആയിട്ടുള്ളൂ, എന്നാലും മേക്കപ്പ് നമ്മൾ ചെയ്തു. പിള്ളേരുടേതായ രീതിയിൽ കളിക്കണവും തമാശയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ അവരിയ്ക്കുന്നത്. എല്ലാവരുടെയും മുഖമൊക്കെ മാറി. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന മുഖമല്ല, മേക്കപ്പൊക്കെ ചെയ്ത് ഓർണമെൻറ്റ്സും ഇനിയിപ്പോൾ കോസ്റ്റ്യൂംസും കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ എൻ്റെ പിള്ളേർ തന്നെയാണോ ഇത് എന്ന് നമുക്ക് മനസ്സിലാവാതെ വരും കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ വിശറി കൊണ്ട് വീശുന്നുണ്ട്, എന്നാലും കാറ്റ് അങ്ങോട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ സ്റ്റേജിൽ എത്തിക്കണ വരെ ഒരു ടീച്ചറുടെ കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. കാരണം വന്നിരിക്കുന്ന പാരൻസിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ, അവർക്കൊന്നും ഒരു കുറവ് വരാത്ത രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ ഇതൊക്കെ നോക്കേണ്ടത്. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഈ വർഷം അരങ്ങേറ്റം കഴിഞ്ഞത്. നമുക്ക് എല്ലാ വർഷവും ഏപ്രിൽ ഗുരുവായൂർ അരങ്ങേറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരോടും ചിലവർക്ക് മേക്കപ്പ് അലർജി ഉള്ളവരൊക്കെ ഉണ്ട്, എന്നാലും കുറേയൊക്കെ അവർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ദേ എല്ലാവരുടെയും മേക്കപ്പൊക്കെ കഴിഞ്ഞ് രാത്രിയായിട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാവരെയും സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.